ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. മലയാളം മീഡിയത്തിൻ്റെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 8 ഹാഫ് ഇയർലി എക്സാം 2025 എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പ് എന്ന് വരും. ആ ഒരു ഹൈപ്പ് കൊടുത്ത് നിങ്ങൾ പോയിന്റ് തരാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് അസേർഷൻ റീസൺ തന്നിട്ടാണ്. നമുക്കതിൻ്റെ ഉത്തരം വരുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവും. ആദ്യം അസേർഷൻ റീസണും വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. 2, സം സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ 2ന്റെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ ഇൻകറക്റ്റ് ആണ്, ബട്ട് 2 and 3 ആർ കറക്റ്റ്. അപ്പോൾ 1ഉം 4ഉം ഇൻകറക്റ്റ് ആണ്, 2ഉം 3ഉം എന്താണ്, കറക്റ്റ് ആണ്. 3, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ റിലേഷൻ ഹെബർ പ്രോസസ്സും കോണ്ടാക്ട് പ്രോസസ്സും കാറ്റലിസ്റ്റ് വാനേഡിയം പെൻഡോക്സൈഡ് ആണ് ഉപയോഗിക്കുക കേട്ടോ. 3ാമത്തെ വനേഡിയം പെൻഡോക്സൈഡ്. ഇനി 4ാമത്തെ മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്ക് 283 എക്സ് ക്യൂ ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വൈ ആറുമായിട്ട് മാച്ച് ചെയ്യുക. അതുപോലെ 2, 8, 2 ഇത് ഇസഡ് എസുമായിട്ട് മാച്ച് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 5ാമത്തെ ചോദ്യം, സം കോമ്പൗണ്ട്സ് ആൻഡ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് ദിയർ കോൺസ്റ്റന്റ് എലമെന്റ്സ് ആർ ഗിവൺ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ആൻസർ ഒരുമിച്ച് പറയാം. എ, ക്വസ്റ്റ്യൻ ആൻസർ എ, വിച്ച് ഓഫ് ദീസ് ഈസ് എൻ അയോണിക് കോമ്പൗണ്ട്. ബി, ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. ആർ എ, സം ഇൻഫർമേഷൻ അബൌട്ട് an atom is given below. Electrons are present in K, L and M shells. There are 7 electrons in the M shell. These atoms has 18 neutrons. Illustrate the orbit electron configuration of this atom. B, what is the mass number of this atom? ഇനി ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി, സിംബൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ എലമെന്റ്സിന്റെ സിംബൽസ് കൊടുത്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ടോട്ടൽ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്. ബി, ബൈ വാട്ട് നെയിം ആർ ദീസ് ആറ്റംസ് നോൺ. 7ാമത്തെ ചോദ്യം, അമോണിയ ഈസ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻ. എ, റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ബി, വാട്ട് ഈസ് ദ മാസ് ഓഫ് അമോണിയ ഫോംഡ് വെൻ 28 gram നൈട്രജൻ ആൻഡ് 6 gram ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി. അപ്പോൾ 5, 6 എ, 6 ബി, 7 ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. 5ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ ആൻസർ വരുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറും സബ് ക്വസ്റ്റ്യൻ നമ്പറും ഒന്ന് നോക്കുക കേട്ടോ. 5ന്റെ എയുടെ ആൻസർ K2O. ബിയുടെ ആൻസർ അയോണിക് ബോണ്ട് ആണ്. ബിക്കോസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് 2.62 ആണ്. അത് ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ അതെന്താണ്, അയോണിക് ബോണ്ട് ആണ് കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ ആൻസർ വരുന്നത് 6 എയും 6 ബിയും ഉണ്ട്. അപ്പോൾ 6 ബി ഇവിടെയാണ് വരുന്നത്. 6 എയുടെ എ ക്വസ്റ്റ്യൻ 2, 8, 7 ക്ലോറിൻ ആണ്. അപ്പം നമ്മൾ ക്ലോറിൻ്റെ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കുക. അതേപോലെ ബിയുടെ ആൻസർ വരുന്നത് 35, 35 ആണ്. ഓർ ഇനി അടുത്തത് ഓർ ആൻസർ, ഓർ 6 ബി ആണ് കേട്ടോ. 6 ബിയുടെ എ ആൻസർ വരുന്നത് AR, ആർഗൺ 4018നും അതുപോലെ തന്നെ പൊട്ടാസ്യം 4019നും ഇതാണ് ആൻസർ വരിക. 6 ബിയുടെ ആൻസർ ഐസോബാർ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ ആൻസർ വരുന്നത് 7A, 7ന്റെ എ ആൻസർ N2+3H2NH3 എന്ന് വരും. ബിയുടെ ആൻസർ 34 gram. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വെച്ചാണ് നമ്മൾ 34 gram കണ്ടുപിടിച്ചത്. ഇത് ഇങ്ങനെയാണ്, 28 + 6 ചെയ്യുമ്പോഴാണ് 34 വരുന്നത്. അപ്പോൾ 5, 6A, 6B, 7 എല്ലാ ക്വസ്റ്റിനും ആൻസേഴ്സ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് 8A or 8B ആണ്. എ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ഗിവൺ ബിലോ. എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ എബോവ് ഇക്വേഷൻ ആൻഡ് ഐഡന്റിഫൈ എ ആൻഡ് ബി. വാട്ട് ഈസ് എ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ? 8A ആണ്. ഇനി 8B എന്താ? വെൻ അമോണിയം ഡൈക്രോമേറ്റ് ഈസ് ഹീറ്റഡ്, ക്രോമിയം ട്രയോക്സൈഡ്, വാട്ടർ വേപ്പർ ആൻഡ് നൈട്രജൻ ആർ ഫോംഡ്. A, by what name is this chemical reaction known? B, write another example for such a chemical reaction using a chemical equation. 8Aയും 8Bയും ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇപ്പം 8A ആണ്. 8Aയുടെ എയുടെ ആൻസർ ആണ് NaNO3 +
അതായത് നമുക്ക് NaNO3 AgCl ആണ് കേട്ടോ. അത് ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഞാനതിവിടെ എഴുതാം. NaNO3 ഇവിടെ ഇതിൽ AB എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, ഇവിടെ AgCl കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് സംശയം വേണ്ട. NaNO3 AgCl ആ 2 ബോക്സിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അല്ലാണ്ട് ഇത് B എന്നല്ല. ആ AB എന്ന് 2 കോളം ഉണ്ടല്ലോ, ആ AB കോളത്തിൽ ഇത് ഫില്ല് ചെയ്യുക. ഇനി 8A Bയുടെ ആൻസർ ആണ്. എ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് 2 കോമ്പൗണ്ട്സ് റിയാക്ട് ബൈ എൻ എക്സ്ചേഞ്ച് ഓഫ് ദർ അയോൺസ് ടു ഫോം 2 ന്യൂ കോമ്പൗണ്ട്സ്. ഓർ 8B എന്താണ്? 8B നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചല്ലോ. ബൈ വാട്ട് നെയിം ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ നോൺ എന്നുള്ളത് അല്ലേ. 8Bയുടെ A ക്വസ്റ്റ്യൻ ആൻസർ കെമിക്കൽ ഡീകമ്പോസിഷൻ ആണ്. B എന്താ? CaCO3 കാൽഷ്യം കാർബണേറ്റ് ആണ്. അത് CaO + CO2 ആയിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ 8A 8B കഴിഞ്ഞില്ലേ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ. Mn2O7 MnO2 ആണ് കേട്ടോ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. +7 +4 ആണ്. A +7 ആണ്. Mn2O7 +7 ആണ് മാംഗനീസ്. B MnO2 +4 ആണ് മാംഗനീസ്. ഇനി 10ാമത്തെ ചോദ്യം ഞാൻ വായിക്കുന്നില്ല. 10ാമത്തെ ക്വസ്റ്റ്യനിലെ A ആൻസർ ദേ ഷോ എ ഗ്രാജുവൽ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടീസ് ഫ്രം റിയാക്റ്റീവ് മെറ്റൽസ് ടു നോൺ മെറ്റൽസ്. Bയുടെ ആൻസർ പെനൾട്ടിമേറ്റ് ഷെൽ ഓർ ഡി സബ് ഷെൽ. 11ന്റെ A ആൻസർ വരുന്നത് NaCl ആണ്, സോഡിയം ക്ലോറൈഡ്. Bയുടെ ആൻസർ 10%, അതായത് 2/20 × 100 ചെയ്താൽ നമുക്ക് 10 കിട്ടും കേട്ടോ. അപ്പോൾ 11th ആൻസർ 9, 10, 11 9, 10, 11ന്റെ ആൻസേഴ്സ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. 9, 10, 11ന്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് 2 questions from 12 to 17 have choice. Each question carries 3 scores. 12ാമത്തെ ചോദ്യമാണ്. മെഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ആൻ അയോണിക് കോമ്പൗണ്ട്. എ കംപ്ലീറ്റ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ്. Mg+O2 ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ Mg എത്രയാണ്? 2, 8, 2 അല്ലേ. 12 ആണ് ഇതിൻ്റെ ഇലക്ട്രോണിക് നമ്പർ. അപ്പോൾ കോൺഫിഗറേഷൻ വരുമ്പോൾ 2, 8, 2. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 6. അപ്പോൾ ഓക്സിജൻ ഇവിടെ വേണ്ടത് നമുക്കറിയാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം വന്നാലാണ് ഇത് കംപ്ലീറ്റ് എന്ന് പറയുക അല്ലേ, കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് നോക്കൂ, 6 എണ്ണേ ഉള്ളൂ. 6 എണ്ണത്തിന് 2 എണ്ണം കിട്ടണം അല്ലേ. ഇവിടെ അറ്റത്ത് 2 ഉണ്ട്. അപ്പോൾ ഈ 2നെ ആര് കൊടുക്കുന്നു? മെഗ്നീഷ്യം ഓക്സിജന് കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ കാണിക്കണം. B question, how many electrons are transferred from magnesium to oxygen? 2 തന്നെയാണ് ആൻസർ പറയാമത്. Which is the anion in this compound? ഇതിൽ ഏതാണ് ആനയോൺ? അപ്പോൾ 12ാമത്തതിൻ്റെ ഉത്തരമാണ് ഇനി പറയുന്നത്. ഇതുപോലെയാണ് ഡയഗ്രാം നിങ്ങൾ വരയ്ക്കേണ്ടത്. മെഗ്നീഷ്യം 2 എണ്ണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ 2 എണ്ണത്തിന് അക്സെപ്റ്റ് ചെയ്യും. കൊടുക്കുന്ന ആൾ പോസിറ്റീവും വാങ്ങുന്ന ആൾ നെഗറ്റീവും കേട്ടോ. അപ്പോൾ ഇതാ കൊടുത്തുകൊണ്ട് ഇവരെന്തായി മാറുന്നു? മെഗ്നീഷ്യം ഓക്സൈഡായിട്ട് കൺവേർട്ട് ആവും. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. Mg2 positive plus O2 negative gives magnesium oxide MgO. അതുപോലെ തന്നെ B2 ആണ് ആൻസർ. C എന്താണ്? ഓക്സൈഡ് അയോൺ ആണ് കേട്ടോ. ഓക്സൈഡ് അയോൺ O2. അതായത് ആനയോൺ ആരാണെന്നാണ് ചോദ്യം. ഓക്സൈഡ് ആണ് ഇവിടെ ആനയോൺ, ഓക്സിജൻ. 13ാമത്തെ ചോദ്യം A, B, C ഉണ്ട്. A question, which is the gas that burns with a pop sound? B, which metal, zinc or magnesium, reacts more vigorously with dilute hydrochloric acid? C, the reaction of metals like zinc, magnesium, etc. with dilute hydrochloric acid is a displacement reaction. What is meant by displacement reaction? 13ന്റെ ആൻസേഴ്സ് ആണ് പറയാൻ പോകുന്നത്. 13ൽ ആ പോപ്പപ്പ് സൗണ്ടോടെ പൊട്ടിത്തെറിക്കുന്നത് ഹൈഡ്രജൻ ആണ് കേട്ടോ. 13A ഹൈഡ്രജൻ, 13B മെഗ്നീഷ്യം, 13C ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്നാണ്. എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് എ മോർ റിയാക്റ്റീവ് എലമെന്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലമെന്റ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. വെൻ മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, മെഗ്നീഷ്യം ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ ഫ്രം ദ ആസിഡ് ബിക്കോസ് മെഗ്നീഷ്യം ഈസ് മോർ റിയാക്റ്റീവ്. 13 കഴിഞ്ഞാൽ 14A ഓർ B ഉണ്ട്. 14ന്റെ നോക്കാം നമുക്ക്. ഇവിടെ Mg+Cl2 MgCl2 മെഗ്നീഷ്യം ക്ലോറിനും കൂടി മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് എഴുതിയിരിക്കുന്നത്. A question, which atom is reduced in this agent? ഇവിടെ റെഡ്യൂസ് ആയത് ആരാണ്? ഉത്തരം ക്ലോറിൻ. Which is the reducing agent?
magnesium. Write the equation of the oxidation reaction. ഇതാണ് വരിക കേട്ടോ. ഓക്സിഡേഷൻ റിയാക്ഷൻ Mg2 പോസിറ്റീവ് പ്ലസ് 2, ഇത് ഈ പോസിറ്റീവ് മേലെ ഉള്ളതാണ് കേട്ടോ, ഈ 2ൻ്റെ കൂടെ വരേണ്ടതാണ്, പ്ലസ് 2 നെഗറ്റീവ്. ഓർ അടുത്ത ചോദ്യം H2 പ്ലസ് Cl2 2HCl വരുന്നുണ്ട്. Whose oxidation number is increased in this reaction? A question answer എന്താ? Hydrogen. Which is the oxidizing agent? Answer B, chlorine. This is a redox reaction. Why? അതെന്താ റിഡോക്സ് എന്ന് പറയാൻ കാരണം? ആൻസർ ആണ് സിയുടെ. ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ occur simultaneously. 15. Observe the items given in the box. A. Using the materials given in box, write the procedure for the experiment that proves the temperature influences the rate of chemical reaction. B. Why does the rate of a chemical reaction increase when temperature increases? A question ആണ്. Procedure A. Add HCl hydrochloric acid to sodium thiosulfate in 2 boiling tubes. Heat one and keep the other at room temperature. Not time for precipitate to form. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ why does the rate of chemical reaction increase ചോദിച്ചാൽ B question ആൻസർ ആണ്. Temperature increases the kinetic energy and number of effective collisions. 15 കഴിഞ്ഞാൽ 16 ആണ്. 16 നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. A question here, which factor influences the rate of reaction? Surface area ആണ് ആൻസർ. B. Which gas is evolved as a result of the reaction? Carbon dioxide, CO2. C. Write the chemical equation for the reaction. CaCO3 plus 2HCl, CaCl2 plus H2O plus CO2 ആണ് ആൻസർ വരിക കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ആവും. അതാണ് സി എഴുതിയിരിക്കുന്നത്. ഇനി 17 നമുക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 17A ഇതാണ് 17A, ഇത് 17Bയുടെ ആൻസർ ആണേ. അപ്പോൾ 17A ആദ്യ ചോദ്യം, റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എക്സ് ആണ്. 2, 8, 3. To which family does the element Y belong? Oxygen family, chalcogens ആണ്. Which atom has a larger atomic size? Xനാണ്. Size decreases across a period. അടുത്തത് ബിയിൽ വരുമ്പോൾ നമുക്ക് 17Bയുടെ ആദ്യ ചോദ്യം, റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എക്സ്. 2, 8, 2. To which group does it belong? Group 2. C. Write the electron configuration of the noble gas in the same period. 2, 8, 8. ഇനി 18 നമുക്ക് ചോയ്സ് ആണ്. 2 ചോദ്യങ്ങളാണ്. 18Aയുടെ എ ക്വസ്റ്റ്യൻ, വിച്ച് ആസിഡ് ആൻഡ് ആൽക്കലി ആർ യൂസ്ഡ് ടു പ്രിപ്പയർ കാൽഷ്യം ഫോസ്ഫേറ്റ്? അപ്പോൾ ഇതിൽ ആസിഡ് ആണ് യൂസ് ചെയ്യുക. ഫോസ്ഫോറിക് ആസിഡ് H3PO4, ആൽക്കലി ആണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH twice. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ പോസിറ്റീവ് അയോൺ പ്രസന്റ് ഇൻ ദിസ് ആൽക്കലി? കാൽഷ്യം അയോൺ ആണ്, Ca2 പോസിറ്റീവ്. മേലെയാണ് ഈ പോസിറ്റീവ് എഴുതേണ്ടത് 2ൻ്റെ കൂടെ. അടുത്തത് റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ദ സോൾട്ട്. Ca3PO4 twice ആണ് കെമിക്കൽ ഫോർമുല വരിക. അപ്പോൾ 18Aയുടെ ഉത്തരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 18B ഉണ്ട്. ഇത് 18B എന്താ? Some hints about an alkali and an acid are given. Positive ion K positive ആണ് and negative ion SO4 2 negative ആണ്. What is the chemical formula of the alkali? KOH ആണ്. Write the chemical formula of the acid H2SO4. Write the equation representing the reaction between the acid and the alkali. 2KOH plus H2SO4. ഈ 2 ഒക്കെ അടിയിൽ എഴുതാം കേട്ടോ. H2SO4 അതുപോലെ 4 അടിയിലാണ് എഴുതേണ്ടത്. SO4 gives K2SO4. ഈ 4 ചെറുതാക്കിയാണ് എഴുതേണ്ടത്. നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ്. K2SO4 plus 2H2O. Write the name of the salt formed by this reaction, potassium sulfate. അപ്പോൾ 18 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.